എന്നിടത്തെ നിനക്ക് ജിയെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നല്ലോ. ഉണ്ടടാ. ഇപ്പൊ അവളുടെ അമ്മ കൂടെ വന്നതുകൊണ്ട് ഒന്ന് ചൊവ്വിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഉം നിനക്ക് മര്യാദയ്ക്ക് ജിയയുടെ കൂടെ അടങ്ങി ഒതുങ്ങി ജീവിച്ച പോരായിരുന്നു. എന്തിനാ മോനെ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു വെച്ച്? ഡാ, എടുത്തു ചാടി ചെയ്തതല്ല, എങ്ങനെയോ പറ്റിപ്പോയി. എങ്ങനെ പറ്റാ? നീ ബോധമില്ലാതൊന്നും അല്ലല്ലോ അവിടെ അടുത്ത് ചെല്ലുന്നത്. ഡാ, നിനക്കറിയാമല്ലോ എനിക്ക് ജിയ ഒരു വീക്ക്നെസ് ആണെന്ന്. അവൾ എന്റെ അടുത്ത് വന്ന എന്റെ കൺട്രോൾ പോകും. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. ഉം ഇപ്പൊ അങ്ങനെ നോക്കാഞ്ഞെന്റെയാ നീ ഈ അനുഭവിക്കുന്നു. പോടാ. വെൽക്കം ഇച്ചായ. ഹാ, ജിയ നീ? ആന്റി എവിടെ? അമ്മ ഫ്രഷ് ആകുക. ഓ, ഭാഗ്യം. ഏ എന്താ ഇച്ചായ? നീ ഇനി വന്നേ. ഐ ലവ് യു. ഇതെന്ത് പറ്റി? ഏയ്, നിന്നെ ഒന്ന് അടുത്ത് കിട്ടുന്നില്ലല്ലോ ജിയ. ഓ, അതാണോ പ്രശ്നം? ഇച്ചായ, അമ്മ എന്റെ കെയറിന് വേണ്ടിയാ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ. ഇച്ചായനൊന്നും വിചാരിക്കില്ലേ? ഇച്ചായന് ബുദ്ധിമുട്ടാണ്, ഞാൻ അമ്മയോട് തിരികെ പൊക്കോളം പറയാം. ഏയ് വേണ്ട ജിയ, തന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. മാത്രല്ല കുഞ്ഞിനെയും തന്നെയും ആന്റി നന്നായിയാ നോക്കുന്നത്. അതുകൊണ്ട് വേണ്ട. ഇച്ചായ, വിഷമാണല്ലേ? ഏയ്, ഇടയ്ക്ക് തന്നെ ഇങ്ങനെയൊന്ന് എനിക്ക് കിട്ടിയാ മതി. എന്തിനാ? അതും മതി മതി, ചെല്ലേ പോയി ഫ്രഷ് ആകും. ഞാൻ കോഫി തരാം. അതൊക്കെ പിന്നെ. ഞാനൊന്ന് കൊതി തീരെ തന്നെ ഒന്ന് കിസ് ചെയ്യട്ടെ. ജിയ മോളെ. അയ്യോ അമ്മ വിളിച്ചായ. മോളെ. ആ, മോന് മോനെപ്പോ വന്നു? അത് ഞാനിപ്പോ വന്നതേ ഉള്ളൂ ആന്റി. ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ. മോളെ വാ, ഫുഡ് കഴിക്കാം. ഞാൻ ഇച്ചാനെ വിളിക്കട്ടെ. മോളെ, മോള് സ്റ്റെപ്പ് കയറണ്ട. സീത പോയി ചെയ്യി കൂട്ടിക്കൊണ്ടുപോകാൻ. ഫുഡ് റെഡിയായി. ആ, അമ്മയ്ക്കൊന്ന് പോയി വിളിച്ചാലെന്താ? സീത ചേച്ചിയാണോ പറഞ്ഞു വിടുന്നത്? മോളെ, അമ്മയ്ക്ക് കാലില് നീര് പോലെ കോണിപ്പടി കേറിയ കൂടും, അതാ. അയ്യോ, ഇതെങ്ങനെ പറ്റി? ഓ, അതൊന്നുമില്ല മോളെ. മോളൊന്നിരിക്കെ. ആന്റി ഇരിക്കുന്നില്ലേ? നിങ്ങൾ കഴിക്കേ, ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മ ഇരിക്കെ. എന്താടാ വാവ? മോളെ, കുഞ്ഞിനെ എടുക്കല്ലേ. കുഞ്ഞു കരയുന്ന കണ്ടില്ലേ അമ്മ? അവക്ക് വിശന്നിട്ടാവും. കുഞ്ഞിനെ എടുക്കല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞാൽ? അതുകൊണ്ട് കുഞ്ഞു കരയുന്ന നോക്കിയിരിക്കണോ ഞാൻ? ഓ ഓ ഓ, പോട്ടേടാ. കുഞ്ഞിനെ ഞാൻ എടുത്തു തരാം ജിയ. അവക്ക് വിശന്നിട്ടാവോ ഇച്ചായ? താൻ വാ ജിയ, റൂമിൽ പോകാം. ഇച്ചായ, കുഞ്ഞു ഉറങ്ങി കിടത്തേക്കോ. കുഞ്ഞുറങ്ങി. ഇനി എനിക്കുറങ്ങാനും കൂടെ വല്ലതും താ. എന്ത്? നിന്റെ കയ്യിലുള്ളത്. ദേ ഇച്ചായ, പോയേ ചുമ്മാ ഓരോന്ന് പറയാതെ. പോകാനോ? ദേ, ഇപ്പൊ ആന്റി വരില്ല, നീ പെട്ടെന്ന് താ. എന്തത്? ഒന്ന് പോ ഇച്ചായ. ഈ പെണ്ണെ, ഇങ്ങി വാ. ഇച്ചായ വിട്. ദേ, ഞാൻ സീരിയസ് ആയാ പറയുന്നേ. ഞാന് സീരിയസ് ആയാ പറയുന്നേ. ഇച്ചായ വേണ്ടാന്ന്. നീ അടങ്ങി നിക്ക്. ഇച്ചായ വീട് വേണ്ട, വീട്. ഈ പെണ്ണ്. ദേ, എന്നെ കൊണ്ട് ബലം പിടിപ്പിക്കില്ലേ. കുഞ്ഞുള്ളതാ. ഇച്ചായ, ശ്ശോ, മനസ്സിലാക്ക്. അമ്മ ഇപ്പൊ വരും, വേണ്ട. വേണം. മതി, പോ ചെല്ല. മതിയായി. പ്ലീസ്, അമ്മ വരും ഇച്ചായ. നാണക്കേടാ. ശരി, ഞാൻ പോവാ. ബൈ. ഡോറടച്ചോ. ആന്റി ആന്റി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? കുഞ്ഞുറങ്ങി, അവിടെ കിടത്തി. ശരി, ഗുഡ് നൈറ്റ് ആന്റി. ചെയ്യുന്ന നിന്നെ. എന്താ ആന്റി? എന്തുദ്ദേശിച്ചോണ്ടാ? എന്താ ആന്റി, എനിക്ക് മനസ്സിലായില്ല. അവൾ ഒരു ഡെലിവറി കഴിഞ്ഞു വന്നില്ല, അതിനുള്ളിൽ അടുത്തത്. അവളുടെ ഹെൽത്ത് ഒന്നാമത്തെ വീക്കാണെന്ന് ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? അതിനിടെ ഇനി അടുത്തതിനൂടെയുള്ള പുറപ്പാടാണ്. നമുക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. അതിന് ഞാൻ ആന്റി. നീ അതിന് എന്റെ മോളുടെ അടുത്ത് വരരുത് ഇനി. ആന്റി, ഞാനവിടെ ഹസ്ബൻഡാ. എനിക്ക് എന്റെ മോളുടെ ഹെൽത്ത് ആവരുത്. ഇനി മോളോട് അധികം ഇന്റിമസിക്ക് ജയിൽ പോവണ്ട. അങ്ങനെ വന്ന മോളെയും കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവും. ആന്റി
അവരെന്ത് വർത്താനാണാ പറഞ്ഞേ? നിന്റെ ഭാര്യയല്ലേ അവൾ? അവളുടെ അടുത്തല്ലാതെ നീ മറ്റാരുടെ അടുത്താ പോകണ്ടേ? എനിക്കറിയത്തില്ല. അവിടെ അമ്മയായോണ്ട് മാത്രാ ഞാൻ ക്ഷമിക്കുന്നത്. ഓരോ വയ്യാവേലികൾ. ജിയ, ഞാൻ ഇറങ്ങും. പോവാണോ? ഇതാ ഇതോടെ കുടിക്കേ. ഏയ് വേണ്ട, ഞാൻ പോവാം. അതെന്താ ചായ? ഏയ് ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് കുറച്ച് തിരക്കാ ഓഫീസ്. ശരി, ബൈ. റച്ചൽ, താൻ ഈ ഫയൽ ഒന്ന് നോക്കണം. ഓഡിറ്റിങ്ങിന് കൊടുക്കാനുള്ളതാ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ? ഓക്കെ സാർ. പിന്നെ സാർ, കുഞ്ഞിനും ജിയ മാഡത്തിനും സുഖമാണോ? സുഖവിവരം തിരക്കാനല്ലല്ലോ തനിക്ക് ഞാൻ സാലറി തരുന്നത്. ഡു വാട്ട് ഐ സെഡ്. ഐ എം സോറി സാർ. ജിയ എവിടെ സീത? മാഡം റൂമിലാ. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. ഓ, ഇവരിവിടെ നിൽപ്പുണ്ടോ? സാർ കഴിക്കുന്നില്ലേ? ഏയ് വേണ്ട, ഞാൻ ഇറങ്ങും. ഇച്ചായ, എന്താ മോളെ? അമ്മ, ഇച്ചായനെവിടെ? ജയ് പോയല്ലോ. പോയോ? അതെ, എന്നോട് പറയാതെ ഇച്ചായൻ പോയോ? എന്തേലും അർജന്റ് ഡ്യൂട്ടി കാണും. മോള് വാ, ഫുഡ് കഴിക്കും. ഒന്ന് വിളിക്കാം. മോൾ അതവിടെ വെക്ക്. അവൻ എന്തോ അർജന്റ് ഡ്യൂട്ടിയിലായിരിക്കും. ഫോൺ വിളിച്ച് ശല്യം ചെയ്യണ്ട. ശരിയാ. മോളിരിക്കെ. ദേ, ആദ്യം ജ്യൂസ് കുടിക്കേ. ഇച്ചായൻ കഴിച്ചോ അമ്മ? ഇല്ല മാഡം. ഇല്ലേ? അതെന്താ? ജയ്ക്ക് എന്തോ ധൃതി ഉണ്ടെന്ന് പറഞ്ഞു പോയി. എന്നാലും അമ്മ വിളിച്ച് കഴിപ്പിക്കണ്ടേ? ഫുഡ് കൊടുത്തെങ്കിലും വിടണ്ടേ? മോളെ, അവന് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ അതും കേട്ട് ഇങ്ങ് പോന്നല്ലേ? മോളത് വിട്. അവൻ ക്യാൻറ്റീനിൽ നിന്ന് വല്ലതും കഴിച്ചോളും. ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളുന്നോ? മോളെന്തിനാ ദേഷ്യം പിടിക്കുന്നേ? കൊള്ളാം. അമ്മയ്ക്കൊരു പ്രശ്നമില്ലല്ലേ ഇച്ചായൻ കഴിക്കാതെ പോയേന്? അല്ലേലും അമ്മയ്ക്കെന്താ? അമ്മയുടെ ആരും അല്ലല്ലോ ഇച്ചായൻ. എന്നാൽ എനിക്ക് അങ്ങനല്ല. എന്റെ ഭർത്താവാ, എന്റെ കുഞ്ഞിന്റെ അച്ഛനാ അങ്ങേര്. എനിക്ക് അങ്ങേരെ തഴഞ്ഞു കളയാൻ പറ്റില്ല. ശരി, കിട്ടുന്നില്ലല്ലോ. മോളെ, അതാ പറഞ്ഞ് തീ ബിസി ആയിരിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയോ എല്ലാം വെച്ചിരിക്കുമായിരിക്കും. മോള് സമാധാനിക്കേ. ഞാനിപ്പൊ തന്നെ അവന് ഫുഡ് കൊണ്ടു കൊടുക്കാം. പോരെ? വേണ്ട, ഇനിയെങ്കിലും അമ്മ ഒന്ന് ശ്രദ്ധിച്ചാ മതി. മാഡം, സാറ് വന്നു. ഇച്ചായ, ജിയ, ആന്റി ഇവിടെ? അമ്മ ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ട്, അതിന് പോയേക്കുവാ. ഇന്നെന്താ ഇത്ര വൈകിയേ ചായ? ഓഡിറ്റിംഗ് വരുമല്ലേ, വർക്ക്സ് എല്ലാം പെൻഡിങ്. ഞാൻ കോഫി എടുക്കാം. കുഞ്ഞെവിടെ? കുഞ്ഞു ഉറങ്ങി. ഹലോ സാർ, എന്റെ കീ സാറിന്റെ ബാഗിലുണ്ടോ? എന്റെ ബാഗിലോ? ഞാൻ ഫയൽസ് എല്ലാം എടുത്തു വെച്ചപ്പോ എന്റെ റൂമിന്റെ കീ കൂടെ അതിൽ വെച്ചോ എന്നൊരു സംശയം. കീ ഇപ്പൊ കാണുന്നില്ല. ഞാൻ നോക്കട്ടെ. ഉണ്ടല്ലോ. താൻ എന്താ ഇത് ശ്രദ്ധിക്കാഞ്ഞേ? ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയാണോ നടക്കുന്നത്? ശരി, ഞാനിത് കൊണ്ടുതരാം. അവിടെ വെയിറ്റ് ചെയ്യേ. ജിയ, ഞാനിപ്പോ വരാം. ഒരു 10 മിനിറ്റ്. ശരി ചായ. ദാ, ഇനി ഇത് ഉണ്ടാകില്ല. സോറി സാർ. ശരി. സാർ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഇപ്പൊ ഓട്ടോ ഒന്നും കിട്ടില്ല, അതുകൊണ്ടാ. ശരി, കേറ്. എന്താ അവിടെ ഫ്ലാറ്റ്? ശരി. സാർ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്റെ വീട്ടിലൂടെ ഒന്ന് കേറ്. ഏയ്, അതൊന്നും വേണ്ട. സാർ പ്ലീസ്. വേണ്ട, ഒത്തിരി ലേറ്റ് ആയി. സാർ പ്ലീസ്, എനിക്ക് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് സാറിന് ഒരു കോഫി എങ്കിലും തന്നില്ലെങ്കിൽ എനിക്കതൊരു റിഗ്രറ്റ് ആകും. പ്ലീസ് സാർ, പ്ലീസ്. ശരി ശരി, ഞാൻ കോഫി എടുക്കാം. അതൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് സാർ. ഹലോ ടീ, നീ എവിടാ? ഞാൻ റീച്ചറിന്റെ വീട്ടിൽ. അവിടെ വീട്ടിലോ? അവിടെ എന്തിനാ പോയേ? അത് പറയാം, നാളെ വരട്ടെ. ഞാൻ നാളത്തെ മീറ്റിങ്ങിന്റെ കാര്യം പറയാനാ വിളിച്ചേ. ഞാൻ വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് സംസാരിക്കും. ശരി, ബൈ. ഓക്കെ. സാർ കോഫി. അയ്യോ, കോഫി ഷർട്ടിൽ വീണല്ലോ. ഞാൻ തുടച്ചു തരാം. ഏയ് വേണ്ട. വേണ്ട സാർ, ഞാൻ തുടച്ചു തരാം. വേണ്ടെന്നല്ല നിന്നോട് പറഞ്ഞേ. സാർ, കൈയെടുക്കറേച്ച്. എന്റെ സൗന്ദര്യത്തിൽ വീഴാത്ത ആരുമില്ല. സാർ, സാറിനെ ഇന്ന് രാത്രി ഞാൻ ഇന്നും വിടില്ല. ഓ, അപ്പൊ അതാണോ റൈച്ചൽ ഉദ്ദേശിക്കുന്നേ? വെൽ, എനിക്ക് ചെറിയ രീതിയിൽ നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ക്ലൂ കിട്ടിയത്. എന്നിട്ട് സാർ എന്താ തീരുമാനിച്ചത്? സാറിനെ കണ്ട അന്ന് മുതൽ എനിക്ക് തോന്നിയ ഒന്നായത്, സാറിന്റെ വൈഫ് ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഇനിയും എന്തായാലും വൈഫിൽ നിന്ന് സാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട്
അതുകൊണ്ട് കമോൺ സർ, ഐ വിൽ ഗീവ് യു എ വണ്ടർഫുൾ ഡ്രീം. കൊള്ളാം. നീ സുന്ദരി തന്നെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ നിന്റെ ഈ സൗന്ദര്യം എനിക്ക് വേണ്ടെങ്കിലോ? നീ എന്താടി കരുതി ഞാൻ നിന്റെ ഈ തൊലിവെളുപ്പ് കണ്ട് ഒന്ന് വീണു പോകുമെന്നോ? സർ, വീടടി. നീ എന്റെ ഓഫീസിലെ സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രം ഇത്രയും നേരം ഞാൻ മാന്യമായി പെരുമാറിയത്. സാറിന് ഇന്ന് എന്തായാലും ഞാൻ വിടില്ല. മാറി നിക്ക് നീ. ഇല്ല. മാറി നിക്കടി. മേലൽ എന്റെ കൺവെട്ടത്ത് വന്നു പോയേക്കില്ല. എന്റെ ഓഫീസിന്റെ മുറ്റത്ത് പോലും നിന്നെ കണ്ട ഒന്ന് കളയും ഞാൻ, കേട്ടോ? ഇച്ചായ എവിടെ പോയതാ? ആ റേച്ചലിന്റെ കീ എന്റെ കയ്യിൽ ആയിപ്പോയി, അത് കൊടുക്കാൻ. ഓ, എന്തിനാ ചിരിക്കുന്നേ? ഹേ, ആ റേച്ചലിന്റെ കാര്യം ഓർത്ത് ചിരിച്ചതാ. എന്താ? ചിരിക്കുന്നു? ഇതെല്ലാം നടന്നിട്ട് നിങ്ങളെ ഞാൻ വെച്ചിട്ടില്ല. പോ. പെണ്ണെ, നീ എന്തിനാ അതിന് എന്നെ ഉപദ്രവിക്കുന്നേ? എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടി പോയിട്ടല്ലേ? ഒരു സൗന്ദര്യം. ദേ പെണ്ണെ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട എന്റെ കൊച്ചിനും ദേഷ്യം വരും. വരട്ടെ. വരട്ടെ എന്നോ? ഇച്ചയൻ എന്നോട് മിണ്ടണ്ട. വേണ്ടേ? വേണ്ട. ഓക്കെ, മിണ്ടുന്നില്ല. ബട്ട് കിസ് ചെയ്യാലോ? ഇപ്പൊ മാറിയോ പിണക്കം?